ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. യോഗം നാളെ. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനാണ് യോഗം. ഇരുസഭകളിലെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 31-ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. തുടർച്ചയായ മൂന്നാം വർഷവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 7% വളർച്ചയെന്ന് കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട്. അമേരിക്കയ്ക്കും UK-ക്കും ശേഷം ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഫിൻടെക് സമ്പദ് വ്യവസ്ഥയായി. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായും രാജ്യം മാറി. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ ബാങ്ക് അക്കൌണ്ടുള്ള സ്ത്രീകളുടെ അനുപാതം വർദ്ധിച്ചു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, വിദ്യാഭ്യാസ നിലവാരം എന്നിവയിലും പുരോഗതി കൈവരിക്കാനായെന്നും അവലോകനത്തിൽ പറയുന്നു. അധ്യാപനത്തെ ജോലി എന്നതിലുപരി വിദ്യാർത്ഥികളുടെ ജീവിതം ശക്തിപ്പെടുത്താനുള്ള മാർഗമായി അധ്യാപകർ കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യപദ്ധതിക്ക് ഉപരിയായ ബന്ധം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ രൂപപ്പെടണം. കുട്ടികളുടെ പ്രകടന റിപ്പോർട്ടിനെ രക്ഷിതാക്കൾ സ്വന്തം നേട്ടമായി പ്രദർശിപ്പിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് തുടക്കമായി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതിനാൽ ഭരണപക്ഷ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. നന്ദി പ്രമേയ ചർച്ച ഈ മാസം 31 വരെ തുടരും. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ശൂന്യവേളയിൽ തന്നെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അപാകതയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് MLA PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുണ്ടെങ്കിലും വിതരണം മുടങ്ങിയിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം ഫെബ്രുവരി 15 വരെയാക്കി വെട്ടിച്ചുരുക്കി. മാർച്ച് 27 വരെ സമ്മേളനം നടത്താനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ന് അവതരിപ്പിക്കും. ഫെബ്രുവരി 12 മുതൽ 15 വരെ ബജറ്റിന്മേലുള്ള ചർച്ചകൾ നടക്കും. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് നാളെ മുതൽ 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന കർമ്മ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിപാടിയുടെ ഭാഗമായി വാർഡ്, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച ബീറ്റിംഗ് റിട്രീറ്റ് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സിമിയുടെ നിരോധനം കേന്ദ്രം 5 വർഷത്തേക്ക് കൂടി നീട്ടി. UAPA പ്രകാരം 2019-ൽ പ്രഖ്യാപിച്ച നിരോധനമാണ് നീട്ടിയത്. ഇന്ത്യയുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും കോട്ടം തട്ടുന്ന നടപടികളാണ് സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരള പദയാത്രയ്ക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് ശ്രീ സുരേഷ് ഗോപി. NDA ചെയർമാനും BJP സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ കണ്ണൂർ പാർലമെന്റ് മണ്ഡല തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. തിരുവനന്തപുരത്ത് സബ് ജയിൽ ഉദ്യോഗസ്ഥൻ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ് മരിച്ചു. തിരുവനന്തപുരം സബ് ജയിൽ സൂപ്രണ്ട് S. സുരേന്ദ്രനാണ് കാൽവഴുതി കിണറ്റിൽ വീണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. വെങ്ങാനൂർ വെണ്ണിയൂർ സ്വദേശിയാണ്. വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമാണ് കിണറ്റിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. ATP ഡബിൾസ് ലോക റാങ്കിങ്ങിൽ ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ ആദ്യമായി 1ാം സ്ഥാനത്തേക്ക്. ബൊപ്പണ്ണയുടെ ഓസ്ട്രേലിയൻ പങ്കാളി മാത്യു എബ്ഡനാണ് പുതിയ ലോക 2ാം നമ്പർ താരം. KSRTC എറണാകുളം ബസ് സ്റ്റേഷൻ ആധുനിക നിലവാരത്തിൽ നവീകരിച്ച് സിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാക്കി മാറ്റുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 24-ന് നടക്കും. സിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡും KSRTCയും വൈറ്റിലെ മൊബിലിറ്റി ഹബ്ബും കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. കാലത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ മാധ്യമങ്ങൾ നിർവഹിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാധ്യമ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂമി തരംമാറ്റൽ അദാലത്തിൽ കണ്ണൂർ ജില്ലയിലെ 2478 പേർക്ക് ഉത്തരവ് കൈമാറി. തലശ്ശേരി സബ് ഡിവിഷൻ പരിധിയിലെയും തളിപ്പറമ്പ് റവന്യൂ ഡിവിഷൻ പരിധിയിലെയും ഭൂമി തരംമാറ്റൽ ഉത്തരവാണ് വിതരണം ചെയ്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.